ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീട്ടിലാണ്. വൈകുന്നേരത്തെ ചായ കൂടി നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഉണ്ട്. സിന്ധു ഉണ്ട്, അമ്മയുണ്ട്, മോളിരുന്ന് പഠിക്കുന്നു, വന്നില്ല. ക്യാമറ എടുക്കുന്നത് മോനാ. ഒന്ന് കാണിച്ച അമ്മയെന്ന് കാണിച്ച. അപ്പോൾ ഇന്ന് നമ്മൾ ചായയുടെ കൂടെ ഒരു ഒരു 4 മണി പലഹാരം ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് സംഭവം. കുഞ്ഞുണ്ട കാച്ചിയത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ അജൂസ് വേൾഡില്ലേ, തൃശ്ശൂരുള്ള അജിത് കുമാർ, അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നൊരു റെസിപ്പിയാണ്. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്തു. ഇന്നലത്തെ വീഡിയോ ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നത്. അജിത് കുമാറും അജുവും അദ്ദേഹത്തിൻ്റെ വൈഫ് സരിത നല്ല രസകരമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു മോനുണ്ട്. അപ്പോൾ അതാ മോളും വന്നു. കുഞ്ഞുണ്ട കാച്ചിയത്. വാ കഴിക്കാം. അപ്പോൾ ഇത് പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങളിതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വാ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് കുഴയ്ക്കുന്നതിന് ചൂടുവെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ അരിപ്പത്തിരി അതുപോലെ ഇടിയപ്പം അതിനൊക്കെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാണല്ലോ കുഴയ്ക്കുന്നത്. ആ രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക. തീരെ കുഴമ്പ് വരുവാവരുത്. ഇത് നമുക്ക് ഉരുട്ടി എടുക്കാനുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കുറച്ച് ഹാർഡായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. വളരെ വേഗത്തിൽ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഈ കുഞ്ഞുണ്ട കാച്ചി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് തൃശ്ശൂരുള്ള അജിത് കുമാറിൻ്റെ അജു വേൾഡ് എന്ന് പറയുന്ന ഫേമസ് യൂട്യൂബ് ചാനലിലാണ് ഞാൻ ഈ വീഡിയോ ഇന്നലെ കണ്ടത്. അപ്പോൾ അദ്ദേഹം ഇട്ടുന്ന പേരാണ് കുഞ്ഞുണ്ട കാച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല. ഏതായാലും നമ്മൾ ഈ സാധാരണ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അതിനേക്കാൾ ചെറുതായിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ ഓണത്തിനൊക്കെ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കളിയുടയ്ക്ക എന്ന് പറയത്തില്ലേ, അപ്പോൾ അത്തരത്തിൽ ഒരു ചെറിയ ബോളുകളായിട്ടാണ് ഇതിനെ ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഉപ്പും ചൂടുവെള്ളം മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഇതുണ്ട് ഈ രീതിയിലൊന്ന് കുഴച്ച്, നല്ല ചൂടുണ്ട് എന്നാലും നല്ലപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ഇത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. സാധാരണ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്നെ സഹായിക്കാൻ ഒന്നീ മോനോ അല്ലെങ്കിൽ മോളോ സാധാരണ വരാറുണ്ട്. അപ്പോൾ ഇന്ന് 2 പേരും വന്നില്ല. കാരണം 2 പേർക്കും ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പേരും റൂമിലാണ്. പിന്നെ സിന്ധു ആണെങ്കിൽ സ്കൂളിൽ പോയി. പിന്നെ അമ്മയാണെങ്കിൽ അകത്ത് റൂമിലുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ദിവസങ്ങൾ പലതരത്തിലുള്ള പാചകങ്ങൾ, ചിലതൊക്കെ മാത്രമേ ഞാൻ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളൂ. പിന്നെ അല്ലാത്ത സമയത്തൊക്കെ ഈ സഹായിക്കുക, കുക്കിംഗ് വീഡിയോ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ വീട് ക്ലീനിങ്, അങ്ങനെ പല പല പരിപാടികളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കുഴച്ച് വെച്ച മാവ് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഒരു 10-75 ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനാവശ്യമായിട്ട് നമുക്കൊരു ഇഡ്ഡലിക്കുട്ടുക, ആ ഇഡ്ഡലിക്കുട്ടുകത്തിനകത്ത് അതിൻ്റെ പുറത്തെ ഇതിനകത്ത് ഈ പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ, ചെറിയ രീതിയിലൊന്ന് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുക. ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചെറിയ ഒരു മയം, എണ്ണയുടെ ഒരു മയം തൂത്തിട്ട് ഈ ബോളുകളെല്ലാം പറക്കി ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ആ ഇഡ്ഡലിക്കുട്ടകത്തിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഈ തട്ടിറക്കി വെച്ച് ഇത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഇറക്കി ഒരു 10-15 മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പുഴുങ്ങി റെഡിയായി വരും. എന്നിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതവിടെ റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ലപോലെ ചൂടായി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന മുറയ്ക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, പെരുംജീരകമല്ല, ചെറിയ ജീരകം ഇട്ട്
അതും കൂടി മൂപ്പിച്ചെടുക്കുക. അപ്പം ജീരകം ചേർത്തതിൻ്റെ പിന്നാലെ നമ്മൾ കുറച്ച് ഞാൻ ഉഴുന്ന് കുറച്ച് കഴുകി എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉഴുന്ന് കൂടി ഇതിനകത്തിട്ട് ഉഴുന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ ഉഴുന്ന് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഉഴുന്ന് കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. സാധാരണ ഇവിടെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ ഉഴുന്ന് ഇതുപോലെ വറുത്ത് ചേർക്കാറുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില കുറച്ച് ചേർത്തു. അതിനുശേഷം കുറച്ച് സവാള അല്ലെ ചെറിയ ഉള്ളി, ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് സവാളയാണ്. വളരെ സ്ലൈസായിട്ട് സവാള ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ, ഒരു പച്ച മണം മാറുന്നിടം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. സവാള ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറിയ പീസുകളാക്കി ഇതിലേക്ക് ഇടുക. അതിനോടൊപ്പം തന്നെ കുറച്ച് വറ്റൽമുളക് അല്ലാതെ ഞാൻ ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊരു 1/2 ടീസ്പൂൺ കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി നല്ല ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം. ഇനിയാണ് നമുക്കിതിനകത്ത് കുറച്ച് നാളികേരം, ഏകദേശം ഒരു 4-5 സ്പൂൺ നാളികേരം ഇട്ട്, ഈ നാളികേരം ഇതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നേരത്തെ മാവ് കുഴച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിരുന്നു, പക്ഷേ അതുപോരാ, നമ്മുടെ ഈ മസാലയ്ക്കും ആവശ്യത്തിന് ഉപ്പ് വേണം. അപ്പോൾ അതിനോട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇനിയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുഞ്ഞുണ്ട കൂടി ഇതിനകത്ത് ചേർത്ത് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് വാങ്ങി നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുണ്ട കാച്ചിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ഹെൽത്തി ഫുഡാണ്, വളരെ പെട്ടെന്ന് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ആകെയുള്ളൊരു ജോലി എന്ന് പറയുന്നത് ഈ ബോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഈ വിഭവം തയ്യാറാക്കുക. വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റുന്ന രുചികരമായ ഒരു സ്നാക്സാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടല്ലോ, ഇത് ഉണ്ടാക്കുന്ന വിധമൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ചൂടോട്ടിരിക്കുക. കൊടു കറക്റ്റ് ഉപ്പും എല്ലാം പരുവത്തിനാണ്. മോടെ ഫോൺ എന്തിടാ ഇനി എടുത്തോണ്ട് വന്നേ. മോൻ്റെ ലൈവ് വാങ്ങും അടുത്ത്. വാ ഇപ്പുറത്ത് വാ. നിക്കേ, നിനക്ക് വേണോ കുഞ്ഞുണ്ട കാച്ചത്? വേണോ? ഇതിൻ്റെ ഈ മസാലയോടെ കഴിക്കണം. അതിനകത്ത് ഉഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം ഒരു 4 മണി പലഹാരം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി സാധനമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കും. ബൈ.